ഇന്ന് നമുക്ക് ചേമ്പ് കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കാം. ചേമ്പ് മസിയൽ. ഇതൊരു തമിഴിയൻ ഡിഷാണ്, എന്നാലും നമ്മുടെ പാലക്കാട്ടേക്കും ഇത് ഉണ്ടാക്കാറുണ്ട്. ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ ഇത് നന്നായിട്ട് ചേരും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇനി വീഡിയോയിലേക്ക് കടക്കാം. എനിക്കൊരു 250 ഗ്രാം ചേമ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതൊന്ന് നന്നായിട്ട് തോല് ചീകി കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതപ്പം ഞാൻ ചേമ്പ് മഞ്ഞളും ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലുണ്ടായിരുന്ന ബാക്കിയുള്ള വെള്ളം ഞാൻ കളഞ്ഞിട്ടുമുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കട്ടയില്ലാതെ. അതുകൊണ്ട് തന്നെയാണ് ഈ കറിക്ക് മസിയൽ എന്നുള്ള പേര് വന്നത്. നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഈ കറിയിലേക്ക് ഉപയോഗിക്കുന്ന എണ്ണ നല്ലെണ്ണയാണ്. അതൊരു 100 ml എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു അടികട്ടിയുള്ള പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ 100 ml എണ്ണ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കടുക് 1 ടീസ്പൂൺ, ഉലുവ ഒരു 1/4 ടീസ്പൂൺ, ഇത്രയാണ്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി തുടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുകും ഉലുവയൊന്ന് പൊട്ടി തുടങ്ങിയാൽ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 എരിവുള്ള പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയുള്ളി ഒരു 50 ഗ്രാം മുതൽ 75 ഗ്രാം വരെ എടുക്കാം. അത് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. ഉള്ളിയുടെ നിറം ഒന്ന് സ്ലൈറ്റ്ലി മാറുന്നത് വരെ വഴറ്റണം. ഇത് ഏകദേശം പകുതി പാകമാവുമ്പോൾ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതപ്പോൾ ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. പച്ചമുളകും അതിൻ്റെ തോലിന് നിറം മാറിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ഇഞ്ചിയും പാകാവും. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാനുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ വരെ ചുമന്ന മുളക് പൊടി ചേർക്കാം. പിന്നെ നമ്മുടെ കായത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണേ. പൊടി കരിയെന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറിയ ശേഷം മാത്രം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. പൊടികൾ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പുളിവെള്ളമാണ്. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1/2 കപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അത് പുളിയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പുളിവെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സിമ്മിലിട്ടിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ടിട്ട് 1 മിനിറ്റ് നേരം വെച്ചാൽ മതി. പുളി ഒന്ന് വെന്ത് കിട്ടും. പുളിവെള്ളം വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തക്കാളി പ്യൂറിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു വലിയ തക്കാളി മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി പ്യൂരി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ചേമ്പ് പുഴുങ്ങി വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടായിരുന്നു പുഴുങ്ങിയത്. ഇനി ഈ ഒരു ഗ്രേവിയിലേക്കുള്ള ഉപ്പ് ഇപ്പം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1.5 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തക്കാളി എപ്പോഴേക്കും വെന്ത് കിട്ടും. ഇതാ ഇപ്പോൾ 1.5 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച ചേമ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് മസാലയും ചേമ്പും ഒക്കെ ഒന്ന് ബ്ലെൻഡ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം അതും ഉടച്ചു കൊടുക്കാം. ബേസിക്കലി ഇതൊരു ടൈറ്റ് കൺസിസ്റ്റൻസിയുള്ള കറിയാണ്. ഇനി കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയി വേണമെന്നുള്ളവർക്ക് തിളച്ച വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടൈറ്റ് കൺസിസ്റ്റൻസി ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്.
നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. തുറക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. അപ്പോൾ നമ്മുടെ കറി റെഡിയാണ്. ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ഒക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഇത് ചേമ്പ് കിട്ടുന്ന സമയമാണ് ഇതിപ്പോൾ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരൂ കേട്ടോ, കമൻറ്റിൽ ഇട്ടാൽ മതി. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ചേമ്പ് മസിയൽ ഉണ്ടാക്കുന്ന ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡാണ് കേട്ടോ ഇത്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ധന്യ.